അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, എഫേസൂസുകാർക്കുള്ള പൗലോസിന്റെ ലേഖനത്തിൽ 2:10 നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഓ, എന്ത് ബ്യൂട്ടിഫുൾ ആണ്! നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇത് വായിച്ചിട്ട് ആദ്യമൊന്നും മനസ്സിലായിട്ടില്ലേ? പണ്ടൊരിക്കലും അത് വ്യാഖ്യാനിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം അൽപ്പട്ടോ, ഒരു 1,000,000 ലിറ്ററിൽ ഒരു തുള്ളി കിട്ടിയെന്ന് പോലും എനിക്ക് അഭിമാനിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ ഞാൻ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ ആ യഥാർത്ഥ വെളിച്ചം കോടാനുകോടി അല്ലേ ജലതുള്ളിലുള്ള സമുദ്രത്തിൽ നിന്നൊരു ഒറ്റ് അല്ലെങ്കിൽ ഒരു ഇറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ അഹങ്കാരമായി ഇല്ല, കിട്ടിയിട്ടില്ല, കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ആത്മാഭിമാനം. ഒരിക്കലും വചനത്തിൽ പറഞ്ഞില്ലേ, ദൈവത്തെ സ്തുതിക്കുക എന്നത് ഞങ്ങളുടെ അഭിമാനമാണ്. അതൊരു വലിയൊരു മെൻ്റൽ സ്റ്റാറ്റസ് ആണത്. അതൊരു ഓടി കാറ് ഫ്രീ ആയിട്ട് കൈക്കാരൻ വികാസിന് മേടിച്ചു തന്നു. മഠത്തിൽ ചെന്നപ്പോൾ ഇന്ന് 25 കോഴീനെ നിർത്തി പുഴുങ്ങിയിട്ട് തന്നിരിക്കുന്നു. എനിക്കറിഞ്ഞൂടാ എന്താണ് മനുഷ്യന് സന്തോഷം നൽകുന്നത്, സംതൃപ്തി നൽകുന്നതെന്ന് നമുക്കങ്ങനെ രചിച്ച് വയ്ക്കാൻ പറ്റില്ല. ഓരോരുത്തർക്കും വ്യത്യസ്തമാണത്. എൻ്റെ ഉള്ളിതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ രുചി. അത് ഈ ഇന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന മത്സ്യമാംസാദികളുടെയോ അല്ലെങ്കിൽ പലവിധ പായസങ്ങളുടെയോ അതിൻ്റെ ഓർമ്മകൾ തന്നെ രുചിയാണ്. പക്ഷേ അതുപോലെ അല്ലത്. ഇത് കുറച്ചുകൂടിയും ഫാർ ബെറ്റർ. എന്താ പറയണേ? നാം ദൈവത്തിൻ്റെ കരവേലയാണ്. ഇന്നാള് ഏതൊരു വണ്ടി കമ്പനിയുടെ മഹീന്ദ്ര വണ്ടിയുടെ ഡിസൈനുകളെ കുറിച്ച് പറഞ്ഞു. മാരുതിയുടെ പുതിയ പുതിയ വണ്ടികൾ ഇങ്ങനെ ഇറങ്ങും. അതിൻ്റെ എന്ത് ഭംഗിയതിൻ്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞു. എന്ത് ഡിസൈൻ! കർത്താവിൻ്റെ ദൈവത്തിൻ്റെ കരവേലയാണ് നമ്മൾ. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ കരവേലയായതുകൊണ്ടല്ലേ ഈ മനുഷ്യൻ്റെ ബുദ്ധിശക്തിയിൽ നിന്ന്, കൈകളിൽ നിന്ന്, അവൻ്റെ കർമ്മനിരതനാകാനുള്ള കഴിവുകളിൽ നിന്ന് മനുഷ്യൻ്റെ കണ്ണുകളിൽ ബ്യൂട്ടിഫുള്ളാണ്, വണ്ടർഫുള്ളാണെന്ന് പറയുന്നത് വന്നത് എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ കരവേലയാണ് മനുഷ്യനെന്ന് ധ്യാനിച്ചറിയുക. അത് പറയണം എഫെസോസുകാർക്കുള്ള ലേഖനത്തിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് ഗഹനങ്ങളായിട്ടുള്ള, എന്ത് ലളിതമാണ്, സരളമാണ് പൗലോസിൻ്റെ വാക്കുകൾ ദൈവവചനമായി രൂപപ്പെട്ടപ്പോൾ. എന്നിട്ട് ഒരു കോംപ്ലിക്കേഷനുള്ള വചനം പറയണമെന്ന്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. 2 മിനിറ്റിൽ ഒതുക്കുന്നത് ചിലപ്പോൾ 2000 മിനിറ്റ് വരും ഈ വചനം. നമ്മൾ ഇന്ന് ചെയ്യാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സൽപ്രവർത്തികൾക്ക് വേണ്ടി അത് മുൻകൂട്ടി ദൈവം നിശ്ചയിച്ചിരിക്കുകയാണ്. എൻ്റെ സൽപ്രവർത്തികൾ എന്തൊക്കെ, ഞാൻ എന്തൊക്കെ ചെയ്യണം, അതിനുവേണ്ടി യേശു ക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നമ്മുടെ അഭീഷ്ടമനുസരിച്ച്, സ്വാർത്ഥത അനുസരിച്ച് എന്തെങ്കിലും പാപകർമ്മങ്ങളിലേക്ക് പോയാൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിനെതിരാണത്. യേശു ക്രിസ്തുവിൽ മുൻകൂട്ടി ഞാൻ ചെയ്യാൻ വേണ്ടി ദൈവം രൂപകൽപ്പന ചെയ്ത സത്പ്രവൃത്തികളാണ് ഞാൻ ലംഘിക്കണത്. എനിക്ക് 2 മണിക്കൂറുള്ളൂ. അത് 2 മണിക്കൂറും
ഞാൻ ചെയ്യേണ്ടുന്ന സൽപ്രവർത്തികൾ എന്താണെന്ന് ഡിസൈൻ ചെയ്ത് പാക്ക് ചെയ്ത് എന്നിട്ടാണ് എന്നെ വിട്ടിരിക്കുന്നത്, സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ പാപങ്ങളുടെ പുറകെ പോയി, വെളിച്ചമില്ലാത്ത വഴികളിലൂടെ സഞ്ചരിച്ചു, സ്വാർത്ഥമായി ചിന്തിച്ചു. ഞാൻ എനിക്കെതിരെ ചെയ്തവരുടെ നേരെ എങ്ങനെ അവരെ തകർക്കാമെന്ന് ഗൂഢാലോചന ചെയ്തു. നഷ്ടമാണത്. പകരം ഞാൻ ഇന്ന് ഇങ്ങനെയാകാൻ ദൈവം എനിക്ക് വേണ്ടി നേരത്തെ സൽപ്രവർത്തികൾ എന്നിലൂടെ, ഡേവിസ് അച്ഛാ, നിന്നിലൂടെ ഈ ഭൂമിയിലേക്ക് വരേണ്ടുന്ന സൽപ്രവർത്തികൾ ദൈവം ഞാൻ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടാണ് യേശു ക്രിസ്തുവിൽ നിന്നെ സൃഷ്ടി ചെയ്തത്. തെറ്റിക്കരുത്, ഒന്നും തെറ്റിക്കാൻ പാടില്ല. അവിടെ എന്ത് ചെയ്യണം? വചനമേ, എൻ്റെ വിളക്കേ, എൻ്റെ വെളിച്ചമേ, എനിക്ക് സ്വരമേ എന്നിങ്ങനെ പറഞ്ഞിട്ട് വചനം വായിച്ചത് ധ്യാനിച്ച് സൽപ്രവർത്തികൾക്കായി ഇന്ന് ഞാൻ എഴുന്നേറ്റത്, ഇന്നെനിക്ക് ജീവൻ കിട്ടിയത്, ഇന്നെനിക്കൊരു വിശുദ്ധ കുർബാന അർപ്പിക്കാൻ സാധിച്ചത്, എന്നിലൂടെ ഇന്ന് വരേണ്ടുന്ന സൽപ്രവർത്തികൾ യുഗങ്ങൾക്ക് മുൻപ് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് എന്നെ അത് ചെയ്യാൻ വേണ്ടി യേശു ക്രിസ്തുവിൽ സൃഷ്ടിച്ചെടുത്തു എന്ന് അറിയുമ്പോൾ, തിന്മയാണെന്ന് കണ്ടാൽ, ഇപ്പം ബാറ് കണ്ടാൽ മദ്യപിക്കുന്നവന് ഇവിടെ അങ്ങോട്ട് കയറണം, നോ 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 നോ, മദ്യപിക്കുന്നവനെ അല്ല ഞാൻ. കാരണം എന്താ? മദ്യപിക്കുന്നത് ദൈവം എനിക്ക് വേണ്ടി മുൻകൂട്ടി ചെയ്ത സൽപ്രവർത്തികളുടെ ഗണത്തിൽ പെടുന്നില്ല. ഒരുവനെ കൊല ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവന് ജീവൻ പകരാനുള്ള സത്പ്രവർത്തികൾ ഞാൻ ചെയ്യേണ്ടുന്നത് കൊണ്ട് ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച് എന്നെ യേശുക്രിസ്തുവിൽ സൃഷ്ടിച്ചതുകൊണ്ട് കുറ്റം പറയാൻ, അപരാധങ്ങൾ പരത്താൻ, പരാതി പറയാൻ, പരദൂഷണം പറയാൻ, കക്കാൻ, നുണ പറയാൻ, വ്യഭിചാരം ചെയ്യാൻ, അല്ലെങ്കിൽ ദുഷ്ടപ്രവർത്തികൾ ഡിസൈൻ ചെയ്യാൻ എനിക്ക് സമയം ദൈവം തന്നിട്ടില്ല. തന്നത് മുഴുവൻ സത്പ്രവർത്തികളാണ്, ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിച്ചതെന്ന് അറിയുക. പ്രിയപ്പെട്ടവരെ, ഇത് അറിയിക്കുക. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.